ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് ബലാത്സംഗ കേസിൽ പ്രതിയായ രാഹുൽ മാങ്കൂട്ടത്തിൽ. രാഹുലിനെ പുറത്താക്കി കോൺഗ്രസ് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുകയാണെന്നും പാർട്ടിക്കകത്തുള്ള സമയത്ത് രാജിവെപ്പിക്കണമായിരുന്നുവെന്നും കെ സുരേന്ദ്രൻ. രാഹുൽ മാങ്കൂട്ടത്തിലിനെ മാസങ്ങളോളം കോൺഗ്രസ് സംരക്ഷിച്ചുവെന്ന് രാജീവ് ചന്ദ്രശേഖർ. എന്ത് വാഗ്ദാനവും നൽകി അധികാരത്തിലെത്തിയ ശേഷം ചൂഷണം നടത്തുക എന്നത് കോൺഗ്രസിന്റെ സംസ്കാരമാണെന്നും രാജീവ് ചന്ദ്രശേഖർ. ഗർഭിണിയായിരുന്നപ്പോഴും ബലാത്സംഗം ചെയ്തു, സ്വകാര്യ ദൃശ്യങ്ങൾ പകർത്തിയെന്ന ഭീഷണി. രാഹുലിനെതിരെ ഗുരുതര ആരോപണം. യുവതിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കി നിർബന്ധിച്ച് ഗർഭചിത്രം നടത്തിയെന്ന കേസിൽ ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജാമ്യം നിഷേധിച്ചതോടെ ഹൈക്കോടതിയെ സമീപിക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ നീക്കം. ഉടൻ ഹർജി നൽകുമെന്നാണ് റിപ്പോർട്ട്. ഹൈക്കോടതിയിലെ മുതിർന്ന അഭിഭാഷകൻ എസ് രാജീവാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനായി ഹാജരാവുക എന്ന റിപ്പോർട്ട്. ജാമ്യം നിഷേധിച്ചുകൊണ്ടുള്ള ഉത്തരവിന്റെ പകർപ്പ് കിട്ടിയാൽ തൊട്ടു പിന്നാലെ ഹൈക്കോടതിയിൽ ഓൺലൈനായി മുൻകൂർ ജാമ്യാപേക്ഷ നൽകാനാണ് നീക്കം. ഏതായാലും ഹൈക്കോടതി എന്ന മാർഗം കൂടി പരിശോധിക്കാതെ രാഹുൽ മാങ്കൂട്ടത്തിൽ അന്വേഷണ സംഘത്തിന് മുന്നിൽ കീഴടങ്ങാനുള്ള സാധ്യത ഇല്ല എന്നാണ് വിവരം. രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ടവർ കഴിഞ്ഞ ദിവസം മുതൽ തന്നെ ഹൈക്കോടതി അഭിഭാഷകരുമായി കൂടിയാലോചനകൾ നടത്തി. മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിന് പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കിയിരുന്നു. കോൺഗ്രസിലെ വിവിധ പാർട്ടി നേതാക്കൾ പാർട്ടി നടപടിയെ ന്യായീകരിച്ച് രംഗത്ത് വന്നിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ കോൺഗ്രസ് എടുത്തത് പരിഹാസ്യമായ നടപടിയാണെന്ന് BJP നേതാവ് കെ സുരേന്ദ്രൻ. സ്ത്രീ സമൂഹത്തോട് എന്തെങ്കിലും പ്രതിബദ്ധത ഉണ്ടെങ്കിൽ രാഹുലിന്റെ നിയമസഭാ സാമാജികത്വം രാജിവെപ്പിക്കണമെന്ന് കെ സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു. രാഹുലിനെ പുറത്താക്കി കോൺഗ്രസ് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുകയാണ്. പാർട്ടിക്കകത്തുള്ള സമയത്ത് രാജിവെപ്പിക്കണമായിരുന്നുവെന്നും സുരേന്ദ്രൻ പറഞ്ഞു. കോൺഗ്രസിൽ നിന്നും പുറത്താക്കിയല്ലോ എന്ന് പറയുന്നത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള തന്ത്രമാണ്. രാഹുലിന്റെ രാഷ്ട്രീയ ഗുരുക്കളും സംശയ നിഴലിലാണ്. രാഹുലിന്റെ പല തെറ്റായ പ്രവൃത്തികളും ഇവരുടെ അറിവോടെയാണ്. എല്ലാം അറിഞ്ഞുകൊണ്ട് കോൺഗ്രസിലെ പല നേതാക്കളും തെറ്റുകൾക്ക് കൂട്ടുനിൽക്കുകയായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിന്റെ സന്തത സഹചാരിയും മെന്ററുമായ ഷാഫി പറമ്പിൽ, VD സതീശൻ ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നേരത്തെ കിട്ടിയിരുന്നു. ഇത്രയും കാലം രാഹുലിനെ നിയമസഭാ സാമാജികനായി സംരക്ഷിക്കുന്നതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്നും കോൺഗ്രസിന് കൈയൊഴിയാനാവില്ല. ഇപ്പോൾ ചെയ്തത് ആളുകളുടെ കണ്ണിൽ പൊടിയിടാനുള്ള തന്ത്രം മാത്രമാണ്. രാഹുലിനെ അറസ്റ്റ് ചെയ്യാൻ സർക്കാരിന് കഴിയാത്തതല്ല. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കൊണ്ട് നീട്ടിക്കൊണ്ടുപോയതാണ്. അറസ്റ്റ് നീട്ടി 8-ാം തീയതി വരെ കൊണ്ടുപോകാനുള്ള തന്ത്രമാണ്. പോലീസിന്റെ സർവൈലൻസിൽ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിലുള്ളത്. അറസ്റ്റ് വൈകിപ്പിച്ചതിന്റെ ഉത്തരവാദിത്വം പോലീസിനും സർക്കാരിനുമാണെന്നും സുരേന്ദ്രൻ പറഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിലിനെ മാസങ്ങളോളം കോൺഗ്രസ് സംരക്ഷിച്ചതായി BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. സ്ത്രീകളെ ഉപദ്രവിക്കുന്ന ആളാണെന്നറിഞ്ഞിട്ടും രാഹുലിനെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനാക്കിയും പാലക്കാട് MLA ആക്കിയും കോൺഗ്രസ് പ്രോത്സാഹിപ്പിച്ചു. പാലക്കാട്ടെ ജനങ്ങളെയും കേരളത്തിന്റെ പൊതുസമൂഹത്തെയും കോൺഗ്രസ് വഞ്ചിച്ചതായും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. ജനങ്ങളെ ചൂഷണം ചെയ്യുന്ന ആദ്യത്തെ കോൺഗ്രസ് നേതാവല്ല രാഹുൽ. എന്ത് വാഗ്ദാനവും നൽകി അധികാരത്തിലെത്തിയ ശേഷം ചൂഷണം നടത്തുക എന്നത് കോൺഗ്രസിന്റെ സംസ്കാരമാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ 3 മാസം മുൻപ് കേസെടുത്ത് അന്വേഷിക്കേണ്ടതായിരുന്നു. ഇന്നാണ് കോൺഗ്രസ് രാഹുലിനെ പുറത്താക്കിയത്. രാഹുലിനെതിരെ നിരവധി തെളിവുകൾ ഉണ്ടായിട്ടും തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ മാത്രമാണ് പിണറായി സർക്കാർ കേസെടുത്തത്. ശബരിമലയിലെ സ്വർണ്ണ കൊള്ളയിൽ നിന്നും ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാനുള്ള തന്ത്രമാണ് ഇതെല്ലാമെന്നും അദ്ദേഹം പറഞ്ഞു. മുഖ്യമന്ത്രിയും സർക്കാരുമെല്ലാം രാഷ്ട്രീയം കളിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ എല്ലാ വിഷയവും ഞങ്ങൾ കൃത്യമായി ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കും. ഞങ്ങളുടെ ലക്ഷ്യം വികസിത കേരളം, വികസിത തിരുവനന്തപുരം എന്നതാണ്. അത് കൃത്യമായി പറഞ്ഞ BJP തെരഞ്ഞെടുപ്പിനെ നേരിടുമെന്നും വിജയം നേടുമെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പരാതിക്കാരിയുടെ മൊഴിയിലെ വിശദാംശങ്ങൾ പുറത്ത്. നടുക്കുന്ന വിവരങ്ങളാണ് മൊഴിയിലുള്ളത്. ഭർത്താവുമായി അകന്ന സമയത്താണ് രാഹുലുമായി പരിചയപ്പെട്ടതെന്നും ഗർഭിണിയായിരുന്ന സമയത്തും രാഹുൽ ബലാത്സംഗം ചെയ്തുവെന്നും യുവതി പറയുന്നു. തെറ്റുകൾ മറന്ന രാഹുൽ തന്റെ ജീവിതത്തിലേക്ക് തിരിച്ചു വരുമെന്നാണ് താൻ വിശ്വസിച്ചിരുന്നതെന്നും യുവതി പറഞ്ഞതായി കോടതി പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറയുന്നു.